ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കഴിഞ്ഞ ഒരു വീഡിയോ വന്നിട്ട് കറ്റാർവാഴയുടെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. കറ്റാർവാഴ ചെടി നല്ല തടിയനായിട്ട് വളരാൻ, നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ എങ്ങനെയാണ് നടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കറ്റാർവാഴ ചെടി എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞാൻ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോപ്പ് ഉണ്ടാക്കാനാണ്. ഏകദേശം ഒരു 2 വർഷമായിട്ട് വീട്ടിലുണ്ടാകുന്ന സോപ്പ് തന്നെയാണ് ഞങ്ങളെല്ലാവരും യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ കറ്റാർവാഴ മെയിനായിട്ടും സോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കറ്റാർവാഴ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ കറ്റാർവാഴേൻ്റെ ഒരു തണ്ട് മുറിച്ചെടുക്കണം. അപ്പോൾ തണ്ട് മുറിക്കുമ്പോൾ എപ്പോഴും അടിയിലുള്ള തണ്ട് മുറിച്ചെടുക്കുക. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ തണ്ട് മുറിച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് അത് ദോഷമായിട്ട് വരും, ചെടി നശിച്ചു പോകും. അപ്പോൾ എപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക. നമുക്കിത് ഈ ഒരു തണ്ടിൻ്റെ കുറച്ച് തന്നെ മതിയാവും സോപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ തണ്ട് മുറിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഇതേമാതിരി ഒന്ന് കുത്തിച്ചാരി വെക്കണം കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ. കാരണം ഇതിനകത്തൊരു മഞ്ഞ കറയുണ്ട് ഈ കറ്റാർവാഴയ്ക്ക്. ആ കറ നമ്മുടെ സ്കിന്നിലായിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ പോലത്തെ അലർജിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പോകാനാണ് ഇങ്ങനെ കുത്തിച്ചാരി വെക്കണേ. ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ മഞ്ഞ കറയെല്ലാം ഇങ്ങനെ അടിയിലോട്ട് വന്നിട്ടുണ്ടാവും. ഗ്ലാസ്സിൽ കിടപ്പുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ നമുക്കിനി ഈ ഒരു കറ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് കറ്റാർവാഴ നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യുക. ഇത്ര വീഡിയോയിൽ കാണുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അത് മതി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ 2 സോപ്പാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന കറ്റാർവാഴ നമുക്ക് സ്കിൻ കെയറിനോ ഹെയർ കെയറിനോ അതല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഈ കറ്റാർവാഴയുടെ ജ്യൂസ് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് മുടി വളർച്ചയ്ക്കൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. എന്നിട്ട് നമുക്ക് കറ്റാർവാഴയുടെ ആ ഒരു മുള്ളും അതുപോലെ തോലും ഒക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ജെല്ല് മാത്രം മതി സോപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ജെല്ല് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സോപ്പ് വേണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും നല്ലത് നമ്മൾ ഇങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്നതിനെ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറ്റാർവാഴ ജെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ റോസ് വാട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടോണറാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ടോൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മളുടെ സോപ്പിന്. പിന്നെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിൻ 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലിസറിനും നമ്മുടെ സ്കിൻ മോയ്സ്ചർ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു വൈറ്റമിനാണ് ചേർക്കുന്നത്. വൈറ്റമിൻ ഇ ഓയിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ബോട്ടിലിൽ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 10-15 ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടാബ്ലറ്റ് കിട്ടുമല്ലോ വൈറ്റമിൻ ഇയുടെ, അതും യൂസ് ചെയ്യാം. അതൊരു 3-4 എണ്ണം യൂസ് ചെയ്യാം കേട്ടോ. പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. അത് തീർത്തും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ പുതിനയില ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിനൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനൊക്കെ ഈ ഒരു മിൻറ്റ് ലീവ്സ് നല്ലതാണ് കേട്ടോ. പുതിനയില നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിനയില ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തുളസി ഇല ചേർക്കാം, ആര്യവേപ്പിൻ്റെ ഇല ചേർക്കാം, എൻ്റെ ഇല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി നമ്മളുടെ സോപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഹെർബലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് പിയേഴ്സിൻ്റെ സോപ്പാണ്. നിങ്ങൾക്ക് സോപ്പ് ബേസ് ഓൺലൈനായിട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടും, മാർക്കറ്റിലും കിട്ടും. അത് യൂസ് ചെയ്യാം. അതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പിയേഴ്സിൻ്റെ സോപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പിയേഴ്സിൻ്റെ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഈ സോപ്പ് ഒന്ന് ഉരുകി വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടല്ലോ, സോപ്പ് ഗ്രേറ്റ് ചെയ്തത് വേറൊരു ബൗളിലെടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഞാനത് എല്ലാതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈ സോപ്പ് ഉരുകി വരുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത് ഒരു കപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ നേർ പകുതിയാണ് നമ്മളുടെ ഹെർബൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു കൂട്ടുണ്ടാവാൻ പാടുള്ളൂ. ഹെർബൽ ഇൻഗ്രീഡിയൻസ് സോപ്പിനെക്കാട്ടിലും സോപ്പ് ബേസിനെക്കാട്ടിലും കൂടുതലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് സെറ്റായിട്ട് വരില്ല, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ഇല്ലാണ്ടായി പോകും കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക സോപ്പ് ഉണ്ടാക്കുമ്പോൾ. ഒരു 2 മിനിറ്റ് നേരം ഈ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് അതങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സോപ്പ് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. സോപ്പ് മോൾഡ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും പ്ലാസ്റ്റിക് ഡബ്ബ ആയാലും മതി. അതിനകത്ത് കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും സോപ്പ്. ഇപ്പോൾ എൻ്റെ അടുത്ത് സിലിക്കോണിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നു, കാരണം ഞാൻ മിക്കവാറും സോപ്പ് വീട്ടിൽ ഉണ്ടാക്കി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് സെറ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് സോപ്പ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് പിറ്റേ ദിവസം മുതൽ ഈ സോപ്പ് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഹെർബൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്, വെറും 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സ്കിന്നിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നുണ്ടോ, അതുപോലെ സോപ്പ് വല്ലാണ്ട് മെൽറ്റായി പോകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണാനല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നന്നായിട്ട് പതയൊക്കെ വരുന്നുണ്ട്, നല്ല പോലെ സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആവുന്നുണ്ട്. അതുപോലെ സ്കിൻ വല്ലാണ്ട് ഡ്രൈ ഒന്നും ആക്കില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് ആയിട്ട് വയ്ക്കുകയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സോപ്പാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ സോപ്പ് നനയ്ക്കുകയും യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതേപോലെ തന്നെ നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.